കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെയ്നറുകൾ തീരമണയുകയാണ്. വർക്കലയിൽ 2 കണ്ടെയ്നർ തീരമണഞ്ഞു. അതുപോലെ 5 മുതലപ്പുഴയിൽ ഓരോ കണ്ടെയ്നറും തീരത്തെത്തി. വർക്കല പാപനാശത്ത് ബലിതർപ്പണം നടത്തുന്ന ആളുകൾ കടലിലിറങ്ങുന്നത് ഈ കണ്ടെയ്നറിൽ നിന്ന് ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ ചവിട്ടിയാണ് എന്ന വാർത്ത കൂടി വരുന്നു. അതേസമയം കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതായി കണക്കാക്കി അവയ്ക്ക് മേൽ ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്നും കസ്റ്റംസ് അധികാരികൾ പറയുന്നു. വർക്കലയിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഈ പാപനാശത്ത് ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും ബലിതർപ്പണത്തിനായിട്ട് എത്തിയിട്ടുണ്ടാകുമല്ലോ. എന്താണ് അവസ്ഥ അവിടെ? കാരണം ഈ വസ്തുക്കളിൽ ചവിട്ടിയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായി ആരെങ്കിലും പറയുന്നുണ്ട്? നമ്മുടെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിൽ ചവിട്ടിയാൽ വലിയ മാരകമായ പ്രോബ്ലം ഉണ്ടാകും എന്ന്. ഞാൻ വർക്കലയ്ക്ക് തൊട്ട് സമീപത്തുള്ള മറ്റൊരു 5 തെങ്ങിന് സമീപത്തുള്ള ഒരു കടവിലാണുള്ളത്. ഇവിടെ തീരത്താണുള്ളത്. ഇവിടെ 2 കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത്. ഒന്ന് എന്റെ പിറകിൽ കാണാം. ആ കണ്ടെയ്നർ പൂർണ്ണമായി പൊളിഞ്ഞ നിലയിലാണ്. മറ്റൊരു കണ്ടെയ്നർ തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. അത് പകുതി തുറന്ന നിലയിലാണ്. എന്തായാലും ഈ തീരത്ത് അടിഞ്ഞ അതേ വസ്തുക്കൾ തന്നെയാണ് വർക്കല പാപനാശം കടൽ തീരത്തും അടിഞ്ഞിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. അതായത് കടൽ തീരത്ത് ഈ കല്ലുപ്പ് വിതറിയതുപോലെ രീതിയിൽ ഈ പാപനാശത്തും ഈ മുതലപ്പുഴി വരെയുള്ള കടൽ തീരത്ത് ഇങ്ങനെ അടിയുകയാണ്. ഇത് അങ്ങോളം ഇങ്ങോളം ഈ ചാക്കുകെട്ടുകളും ഇവയെല്ലാം അടിഞ്ഞിട്ടുണ്ട്. ഈ ചാക്കുകെട്ട്, അതായത് ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ഒരു ചാക്കുകെട്ട് ഇപ്പോൾ തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. ആ തീരത്ത് അടിഞ്ഞ ചാക്കുകെട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ചാക്കുകെട്ടിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത് അത്തരത്തിൽ വലിയ രാസവസ്തു അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് ചവിട്ടിയാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന വസ്തു അല്ല എന്നുള്ളതാണ്. ഇത് വളരെ ലോ ഡെൻസിറ്റിയുള്ള LDPE പോളി എത്തിലീൻ പെല്ലറ്റുകൾ എന്ന് പറയും. അതായത് മറ്റ് പ്ലാസ്റ്റിക് ഉപകരണങ്ങളോ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളോ എല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. പ്ലാസ്റ്റിക്കിന്റെ തന്നെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം LDPE. ഇത് മറ്റ് വസ്തുക്കളായി വിവിധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമായെല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു അസംസ്കൃത വസ്തുവാണ് അത്. പക്ഷേ കടലിൽ നിന്ന് പൊട്ടി ഒരുപാട് കടൽ തീരത്തും മറ്റുമെല്ലാം അടിഞ്ഞിട്ടുണ്ട്. അതൊരു മാലിന്യം തന്നെയാണ്. പക്ഷേ ഇത് നേരിട്ട് മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നാൽ മറ്റ് ഹാംഫുൾ ആകില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. അത്തരത്തിൽ അസഡിക്കോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വസ്തുവല്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി തുടർ പരിശോധനകൾ ഉണ്ടാകണം. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളിതൊന്നും ഈ ചാക്കുകെട്ടിന്റെ, അതായത് ഈ പാഴ്സലിന്റെ പുറത്ത്, ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് വന്ന ചാക്കുകെട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും ഈ പ്രദേശത്ത് മുഴുവൻ ഇത് തന്നെയാണ് കാഴ്ച. 2 കണ്ടെയ്നറുകൾ ഈ ഭാഗത്തും 2 കണ്ടെയ്നറുകൾ വർക്കല ഭാഗത്തും അടിഞ്ഞിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ എല്ലാം തുറന്ന നിലയിൽ തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഈ പാഴ്സലുകളെല്ലാം ഇപ്പോൾ ഈ തീരത്ത് മുഴുവനായി അടിഞ്ഞിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ, അതായത് ഏകദേശം വർക്കല മുതൽ മുതലപ്പുഴി വരെയുള്ള തീരങ്ങളിൽ ഈ രീതിയിൽ മാലിന്യം, ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കൾ, നേരത്തെ പറഞ്ഞ ഈ പെല്ലറ്റുകൾ, പോളിയെത്തിലീൻ പെല്ലറ്റുകൾ അടിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. റോഡിലൊക്കെ തന്നെ നല്ല ജലാംശമൊക്കെ ഉണ്ടാകും. തെന്നിത്തെറിച്ച് കിടക്കുന്ന റോഡായിരിക്കും. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നവർ അമിത വേഗം പാടില്ല. കാരണം ഏത് സമയത്തും അപകടം കാത്തിരിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. മഴക്കാലമാണ്, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്.